വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ റമദാനിൻ്റെ പടിവാതിൽക്കലാണ് നമ്മളുള്ളത്. നമ്മളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ, അല്ലാഹുവുമായുള്ള ബന്ധത്തെ ഒക്കെ പുതുക്കി പണിയാനുള്ള സുലഭമായ ഒരവസരമാണ് നമ്മൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റമദാനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അത് നമ്മൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വലിയ പുണ്യങ്ങളെക്കുറിച്ചോ ഒന്നും വിശദമായി സംസാരിക്കേണ്ട ഒരു സദസ്സല്ല ഇത്. പരിശുദ്ധ റമദാനിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില ആലോചനകൾ മാത്രം റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റമദാനിന്റെ ലക്ഷ്യം തഖ്വയുണ്ടാക്കലാണ്, നമുക്കൊക്കെ അറിയാം. പരിശുദ്ധ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. നോമ്പിനെ കുറിച്ച് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ ആരാധനകളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം തഖ്വയുണ്ടാക്കലാണ് എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്, അള്ളാഹുവിന് എന്തിനാണ് ഇബാദത്ത് എടുക്കുന്നത് എന്ന ചോദ്യത്തിന് ഖുർആൻ പറയുന്ന മറുപടി നമുക്കറിയാം. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക, നിങ്ങൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അതുവഴി നിങ്ങൾക്ക് തഖ്വ ആർജിക്കാൻ കഴിയും എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെയും പറയുന്നത്. ഈ തഖ്വ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ വളരെ എളുപ്പമാണെങ്കിലും അതിനെ ശരിക്കും അതിന്റെ ഒരു മൂല്യത്തെ നമ്മളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായൊരു കാര്യമാണ്. നമ്മളുടെ ഇബാദത്തുകൾ ലക്ഷ്യത്തിൽ എത്തുന്നത് അപ്പോഴാണ്. നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയുക നമ്മൾക്ക് തഖ്വ ഉണ്ടാകുമ്പോഴാണ്. അവിടെ എന്താണ് തഖ്വ എന്ന് നമ്മൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? ഇപ്പോ ഞാൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ കൈ എന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ എന്റെ ശരീരം എന്ന് പോലും ചിലപ്പോൾ ഞാൻ പറയും. എന്റെ ശരീരത്തിന് വയ്യ എന്ന് ചിലപ്പോൾ നമ്മൾ പറയും. അപ്പോ ആ ഞാൻ ആരാണ്? ആ ശരീരമല്ല, നിങ്ങളീ കാണുന്ന ശരീരമല്ല ശരിക്കും ഞാൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളല്ല ശരിക്കും നിങ്ങൾ. അത് നിങ്ങൾ സ്ഥിതി ചെയ്യുന്ന, നിങ്ങൾ കുടികൊള്ളുന്ന ഒരു അസ്തിത്വം മാത്രമാണ്, അതിന്റെ ഒരു വാഹനം മാത്രമാണ്. ശരിക്കും നമ്മളുടെ ആത്മാവാണ്, നമ്മളുടെ റൂഹാണ് ശരിക്കും നമ്മൾ എന്ന് പറയുന്നതിന്റെ അന്തസത്ത. ഇപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ എന്റെ ആത്മാവാണ് ശരിക്കുള്ള ഞാൻ. ആ ആത്മാവിന് ദുന്യാവിൽ ജീവിക്കുന്നതിന് വേണ്ടി, ദുന്യാവിൽ വസിക്കുന്നതിന് വേണ്ടി, ദുന്യാവിനെ ആസ്വദിക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ്, അള്ളാഹു സമ്മാനിച്ചിട്ടുള്ള ഒരു വാഹനം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരിക്കും, നമ്മളുടെ ശരീരം ജീർണിക്കും, അത് കബറിൽ കൊണ്ടുപോയി വെക്കും, അത് മണ്ണിൽ അലിഞ്ഞു ചേരും എന്ന് പറയുമ്പോഴൊന്നും നമ്മൾ ഇല്ലാതാവുന്നില്ല. നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്ന അസ്തിത്വം അപ്പോഴൊക്കെ ഉണ്ട്. നമ്മളുടെ ഈ റൂഹ് ശരിക്ക് അതിന്റെ ശുദ്ധ പ്രകൃതിയെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ മാത്രം സംതൃപ്തി കണ്ടെത്തുന്ന വളരെ പരിശുദ്ധമായ സത്തയാണ് ശരിക്കും നമ്മളുടെ റൂഹ് എന്ന് പറഞ്ഞാൽ. നമ്മളുടെ ആത്മാവിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിച്ചവന്റെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. അത് നമ്മളുടെ ഫിത്രത്താണ്, നമ്മളുടെ ശുദ്ധ പ്രകൃതിയാണ്.
അതുകൊണ്ടാണ് എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയാനുള്ള കാരണം അതാണ്. നമ്മളുടെ മലിനീകരിക്കപ്പെടാത്ത, കളങ്കമില്ലാത്ത ശരിക്കുമുള്ള പ്രകൃതം, നമ്മളുടെ ആത്മാവിന്റെ വിശുദ്ധമായ പ്രകൃതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ത്വര ആണ്. പക്ഷെ നമ്മൾക്ക് പിഴച്ചു പോകുന്നു, നമ്മൾക്ക് കാലിടറി പോകുന്നു, നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നു. അതെന്തുകൊണ്ടാണ്? ഈ ആത്മാവ് കുടികൊള്ളുന്നത് ഈ ശരീരത്തിലാണ്. ഈ ശരീരത്തിന് കുറെ താല്പര്യങ്ങൾ ഉണ്ടാവും. ആ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാലോ, പലതരത്തിലുള്ള ഇച്ഛകളുടെ ഒരു കേന്ദ്രമാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്, നമ്മളുടെ ജസദ് എന്ന് പറയുന്നത്, നമ്മളുടെ ബോഡി എന്ന് പറയുന്നത്. അതിന് അള്ളാഹു നിഷിദ്ധമാക്കുന്നൊന്നുമില്ല. ചില മതങ്ങളിലൊക്കെ അത് പൂർണ്ണമായി നിഷിദ്ധമാണ്. പൂർണ്ണമായി ദുന്യാവിനെ ഏത് തരത്തിൽ ആസ്വദിക്കുന്നതും ശരീരത്തിന്റെ ഏത് തരത്തിലുള്ള സന്തോഷങ്ങളും പല മതങ്ങളിലും ശരിക്കും വളരെ അനഭിലഷണീയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ സന്യാസം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാവുന്നത്. നമുക്കറിയാലോ എങ്ങനെയാണ് മതപരമായ പരിശുദ്ധി ആർജിക്കേണ്ടത്. പെണ്ണിനെ ഒഴിവാക്കുക, കുട്ടികളെ ഒഴിവാക്കുക, ലൈംഗികത ഒഴിവാക്കുക, നല്ല ഭക്ഷണം ഒഴിവാക്കുക, നല്ല വീട് ഒഴിവാക്കുക, ഇങ്ങനെ ഫക്കീറുമാരായി അലഞ്ഞു തിരിയുക. അങ്ങനെയാണ് ഒരാൾക്ക് മോക്ഷം ഉണ്ടാകുന്നത് എന്ന സങ്കല്പം പല മതങ്ങളിലുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സങ്കല്പം ഇല്ല. ഇസ്ലാമിൽ ശരീരം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു സമ്മാനമാണ്. അള്ളാഹു നമ്മൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ആ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നമ്മൾ നല്ല രീതിയിൽ സഫലീകരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. നമ്മൾ ഭാര്യയുമായി ശാരീരിക വീഴ്ച നടത്തുന്നത് ഇസ്ലാമിൽ ഒരു പുണ്യകർമ്മമാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഭാര്യയും ഭർത്താവും തമ്മിൽ കിടപ്പറ പങ്കിടുന്നത് ഒരു പുണ്യകർമ്മമാണ്. നമ്മളുടെ ശരീരത്തിന്റെ ഇച്ഛയെ അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ സഫലീകരിക്കുന്നത് ഇസ്ലാമികമായി പുണ്യമാണ്. പക്ഷെ അങ്ങനെയാകുമ്പോഴും നമ്മൾ ഈ ദുന്യാവിനെ ആസ്വദിക്കാൻ വേണ്ടി അള്ളാഹു തന്ന ഈ ശരീരം, ആ ശരീരത്തിന്റെ ആസക്തികൾ പലപ്പോഴും നമ്മുടെ ആത്മാവിന്റെ ആഗ്രഹങ്ങളെ കവച്ചു വെക്കുന്ന തരത്തിൽ അത് വളർന്നു വരും. അതുകൊണ്ടാണ് ആളുകൾക്ക് വ്യഭിചരിക്കാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഹറാമായ രീതിയിൽ ധനസമ്പാദനത്തിന് തോന്നുന്നത്. പരമാവധി തിന്നുവാനും പരമാവധി കുടിക്കുവാനും പരമാവധി രസിക്കുവാനും പരമാവധി രമിക്കുവാനും നമ്മളുടെ ശരീരം നമ്മളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ആ ശരീരത്തിന്റെ അത്തരം ആഗ്രഹങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ ദുന്യാവിലുണ്ട്. ആ ദുന്യാവ് അള്ളാഹുവുമായുള്ള ബന്ധത്തെ നമ്മളുടെ മനസ്സിൽ മറപ്പിച്ച് കളയും. ആത്മാവിന്റെ ആഗ്രഹങ്ങൾ പതുക്കെ പതുക്കെ ദുർബലമായി വരും. ശരീരത്തിന്റെ ഇച്ഛകൾ വളരെ ശക്തമായി തീരും. ആ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് പലപ്പോഴും നമ്മൾ വഴിപ്പെടും. അള്ളാഹു വെച്ച നിയന്ത്രണ രേഖകൾ പോലും മുറിച്ചു കടന്നുകൊണ്ട് നമ്മൾ ഈ ശരീരത്തെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ ലഹരി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുട്ടികളൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ് നമുക്കൊക്കെ അറിയാം? വൈബ് അല്ലെ? വൈബ് ഒരു എന്താണ്, അവിടെ ഒരു പ്രത്യേക വൈബാണെന്ന് പറയാം. ഈ വൈബ് എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും എവിടുന്ന് വന്നതാണ്? ഇത് അമേരിക്കൻ പശ്ചാത്തലത്തിൽ 90കളിൽ അവിടെ ഉണ്ടായി വന്നൊരു പ്രയോഗമാണിത്. അവിടുത്തെ കുട്ടികളുടെ ഇടയിലാണ് ഇത് ആദ്യം വ്യാപകമായത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഒരു സാമൂഹ്യ ക്രമത്തിൽ ഈ എന്താണ് DJ പാർട്ടികൾ വരാൻ തുടങ്ങി. DJ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾക്ക് എന്തിനും സെലിബ്രേഷൻ ആണ്. നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല, ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കുട്ടികളോട് പറയും. കുട്ടികൾക്ക് ഇന്ന് സെലിബ്രേറ്റ് ചെയ്തോളൊന്നൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാരണമാണ് സെലിബ്രേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ പുതിയ തലമുറയുടെ ട്രെൻഡ്. ആ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെലിബ്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഇതേപോലുള്ള DJ പാർട്ടികളാണ്. ഈ DJ പാർട്ടികളിൽ അന്ന് സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ടായി വന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, കുട്ടികൾ നമ്മൾ ഈ MDMA എന്നിപ്പോ ഇങ്ങനെ വ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് അന്ന് അവിടെ അതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ MDMA എന്നുള്ളതിന്റെ ഒരു മറുവാക്കായിട്ട് ഉപയോഗിക്കുന്നത് എക്സ്റ്റസി എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ്. എക്സ്റ്റസി, MDMAക്ക് എക്സ്റ്റസി എന്നാ പറയാം. എക്സ്റ്റസി ഉണ്ടോ എന്നാ ചോദിക്കുക. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു ഉന്മാദം, ഒരു പ്ലഷറിന്റെ അനിയന്ത്രിതമായ ഒരു പ്രവാഹം. അതിനാണ് ശരിക്കും എക്സ്റ്റസി എന്ന് പറയാം. അപ്പൊ ഈ സാധനം ഉപയോഗിച്ചാൽ അത് കിട്ടും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് കിട്ടുക? അത് അവിടുത്തെ DJ പാർട്ടികളിൽ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നു. ഒരു പ്രത്യേകമായ രീതിയിൽ ലൈറ്റിന്റെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നു. ഒരു പ്രത്യേകമായ രീതിയിലുള്ള സംഗീതം, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ഉണ്ടാകുന്നു. ആ മ്യൂസിക്കും ആ ലൈറ്റും ഈ ലഹരി പദാർത്ഥവും എല്ലാം കൂടി ചേരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ തുള്ളുകയാണ്. അവരെല്ലാവരും കൂടി ഇങ്ങനെ ഡാൻസ് ചെയ്യാണ്. ആ ഡാൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീക്വന്റ് ആയ അംഗചലനങ്ങളോട് കൂടിയ തളർന്നു പോകുന്ന തരത്തിലുള്ള ഡാൻസ് ആണ്. പക്ഷെ ആ ഡാൻസ് നടക്കുന്ന സമയത്ത് ഈ MDMA എന്ന് പറയുന്ന സാധനം അവർക്ക് ഒരു തരം ഉന്മാദം കൊടുക്കുന്നുണ്ട്, ഒരു പ്ലഷർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളെ അവിടുത്തെ സോഷ്യൽ സയന്റിസ്റ്റുകളൊക്കെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ എന്തിനാ അങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവര് പറയാൻ തുടങ്ങിയ വാക്കാണ് ഒരു വൈബ്.
അതിന് വേണ്ടിയിട്ടാണ്. ആ വൈബ് എവിടുന്നും കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണ് അവർക്ക് ആ വൈബ് കിട്ടുന്നത്? ആ വൈബ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ചില നോഡൽ പോയിന്റുകളിൽ ഈ MDMA വർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പെട്ടെന്ന് ഉണ്ടാക്കും തലച്ചോറ്. അതിങ്ങനെ തലച്ചോറ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരുതരം ഉന്മാദം ഉണ്ടാവും, ഒരു പ്ലഷർ ഉണ്ടാവും. ആ പ്ലഷർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ ഒന്നും ദുന്യാവെന്ന് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അതോടുകൂടി നമ്മൾക്ക് ബുദ്ധിഭ്രമം സംഭവിക്കും. നമ്മൾ വേറൊരു ലോകത്ത് എത്തിപ്പെടും. അന്നത്തെ ഈ അമേരിക്കൻ പാർട്ടികളിൽ പങ്കെടുത്തിരുന്ന കുട്ടികളുടെ വിശദമായ ഇന്റർവ്യൂകൾ നമുക്ക് വായിക്കാൻ കിട്ടും. ഈ കുട്ടികൾ പറയുന്നത്, ഞാൻ ആകാശത്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോ ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ എന്റെ കാൽക്കീഴിലായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനിങ്ങനെ ഒരു വേറൊരു ലെവലിലാണ്, അതായത് ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചോ അതൊക്കെ എന്റെ യഥാർത്ഥ അനുഭവങ്ങളായി ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആനന്ദമാണ്, നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവമാണ്. ആ സന്തോഷം നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ആ സന്തോഷം നമ്മളുടെ ശരീരത്തിന്റെ ചോദനകളെ നമ്മൾ സഫലീകരിച്ചാൽ ആ സന്തോഷം കിട്ടും എന്നാണ് ജനങ്ങൾ പൊതുവെ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളുടെ നാട്ടിൽ ലഹരി മരുന്നുകളൊക്കെ വ്യാപകമാവുന്നത്. കാരണം ഈ കെമിക്കൽ സബ്സ്റ്റൻസുകൾ, ഈ സിന്തറ്റിക് ഡ്രഗ്സ്, അത് ശരീരത്തിനുള്ളിൽ എത്തിയാൽ കിട്ടുന്ന ഒരു സന്തോഷത്തിന്റെ ഒരു പ്രഭാവമുണ്ട്. അവർ സ്ഥലകാലം അവർക്ക് തെറ്റിപ്പോകുന്നുണ്ട്, അവരെവിടെയാണ് ജീവിക്കുന്നതെന്ന് അവർ മറന്നു പോകുന്നുണ്ട്, അവർ സങ്കല്പ ലോകത്തിൽ എത്തിപ്പെടുന്നുണ്ട്. ആ സങ്കല്പ ലോകത്തിൽ എത്തിപ്പെടുമ്പോൾ പക്ഷെ അവർക്കൊരു പ്ലഷറിന്റെ റിലീസ് ഉണ്ട്, ഒരു സന്തോഷത്തിന്റെ ആധിക്യമുണ്ട്. അതിനു വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതെന്താണ് നമ്മളുടെ കുട്ടികളോട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ശരീരത്തിന്റെ ഇച്ഛകളെ അതിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട്, അതിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നു. കുട്ടികൾക്ക് അവരാരാണെന്ന് മറന്നു പോകുന്നു. സ്വന്തം ഉമ്മാനെ കാണുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തോന്നുന്നു, സ്വന്തം ബാപ്പാനെ കൊല്ലാൻ തോന്നുന്നു, സ്വന്തം കൂടപ്പിറപ്പിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. എന്ത് തരം ക്രിമിനലിസത്തിനും കുട്ടികൾ സന്നദ്ധമാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ നിന്നൊന്നും സന്തോഷം കിട്ടൂല. ആ സന്തോഷം എന്നൊക്കെ പറയുന്നത് വളരെ നൈമിഷികമായ ഒരു സന്തോഷമായിരിക്കും, വളരെ കുറഞ്ഞ സമയം മാത്രം നിലനിൽക്കുന്ന ഒരു സന്തോഷമായിരിക്കും. ആ സന്തോഷത്തിന്റെ ലഹരിയിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പിന്നീട് തീരാ ദുഃഖത്തിന് കാരണമാകും. യഥാർത്ഥത്തിൽ നമ്മൾക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ആത്മാവിന് സന്തോഷം കിട്ടണം, നമ്മളുടെ റൂഹിന് സന്തോഷം കിട്ടണം. ആ റൂഹിന് സന്തോഷം കിട്ടണമെങ്കിൽ ആ റൂഹിന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ തഖ്വയിലാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ 1000 രൂപ നമ്മൾ കട്ടെടുത്തു എന്ന് വിചാരിക്കുക, എവിടെന്നെങ്കിലും നമ്മൾ മോഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു 10,000 രൂപ നമ്മൾ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക. ശരിക്കും ഭൗതികമായി നമുക്ക് ഭയങ്കര ലാഭമാണത്. ആ 10,000 രൂപക്ക് ചിലപ്പോൾ നമ്മളുടെ ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മൾക്കൊരു അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. അതേസമയം പാവപ്പെട്ട ഒരാൾക്ക് നമ്മളൊരു 10,000 രൂപ സ്വതക്കം കൊടുത്തു എന്ന് വിചാരിക്കും, നമ്മൾക്ക് കിട്ടുന്നത് പ്ലഷറായിരിക്കും, നമ്മൾക്ക് കിട്ടുന്നത് സന്തോഷമായിരിക്കും, നമ്മൾക്ക് കിട്ടുന്നത് ആനന്ദമായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, ആത്യന്തികമായ സന്തോഷം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ സന്തോഷങ്ങളല്ല, ശരീരത്തിന്റെ ആനന്ദങ്ങളല്ല. ആത്യന്തികമായ ആനന്ദങ്ങൾ എന്ന് പറഞ്ഞാൽ, ശരിക്കുമുള്ള സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ റൂഹിന്റെ, ആത്മാവിന്റെ സന്തോഷങ്ങളാണ്. ആ സന്തോഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്, അതിനെ നമ്മളെ പരിശീലിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ റമദാൻ ചെയ്യുന്നത്. നമ്മൾ ആത്മാവിനെ മറക്കുകയാണ്. ആത്മാവിനെ കാരണം നമ്മൾ ദുന്യാവിന്റെ ഈ തിരക്കുകളിൽ പെട്ടിട്ട് ആത്മാവിനെ മറന്നിട്ട് നമ്മൾ വെറും ശരീരമായി തീരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണ്. ഇപ്പോ നമ്മൾക്കറിയാം, നമ്മളിപ്പോ ഒരു വീട്ടില് ഒരു മുതലാളി നമ്മൾക്കൊരു വീട് തന്നു എന്ന് വിചാരിക്കുക. ഒരു നല്ല വീടാണ്, അവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഭയങ്കര ലക്ഷോറിയസ് ആയ ഒരു വില്ലയാണ്. അതിൻ്റെ ഉള്ളത് പുറത്തിറങ്ങേണ്ട ആവശ്യം പോലും ഇല്ല, നമ്മളിങ്ങനെ അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അയാൾ അങ്ങോട്ട് വരുന്നില്ല, അയാളെ നമ്മൾ ഒരിക്കലും കാണുന്നില്ല, അയാള് ഒരു നിയന്ത്രണങ്ങളും നമ്മൾക്ക് വെക്കുന്നില്ല. നമ്മൾ കുറെ കാലം അവിടെ ജീവിച്ചാൽ നമ്മൾ ഇത് വേറൊരാള് വീടാണെന്നും അയാൾ നമ്മൾക്ക് തന്നതാണെന്നും ഒക്കെ നമ്മൾ മറന്നുപോകും. അതേസമയം അയാൾ അവിടെ ഇടയ്ക്ക് കയറി വരികയോ എന്തെങ്കിലും നിയമങ്ങൾ വെക്കുകയോ ഒക്കെ ചെയ്താൽ ഇത് നമ്മളതല്ല എന്നുള്ള ഓർമ്മ നമ്മൾക്ക് ഉണ്ടാവും. ആലോചിച്ച് നോക്ക്, നമ്മളങ്ങനെ തിന്നുന്നു, അങ്ങനെ കുടിക്കുന്നു, അങ്ങനെ നടക്കുന്നു, പലതും ചെയ്യുന്നു, ഒരു നിയന്ത്രണം ദുന്യാവിലില്ല. ഈ ദുന്യാവ് പടച്ചിട്ട്, ഈ അത്യുജ്വലമായ ദുന്യാവ് പടച്ചിട്ട് അള്ളാഹ് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയേക്കാണ്. നമ്മളൊരിക്കലും അള്ളാനെ കാണുന്നില്ല, നമ്മളിതിങ്ങനെ ആസ്വദിച്ച് നമ്മൾ വേറെ എവിടുന്നോ വന്നതാണെന്നും അങ്ങോട്ട് പോകാനുള്ളതാണെന്നുള്ള കാര്യം തന്നെ നമ്മൾ മറന്നു പോവാണ്. അതിനിടയ്ക്ക് പെട്ടെന്നൊരു മാസം വരുന്നു, ആ മാസത്തിൽ ഇനി തിന്നണ്ടെന്ന് പറയാണ്.
ഇനി കുടിക്കണ്ട എന്ന് പറയാണ്. ഇനി തിന്നണ്ട, ഇനി കുടിക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മ അവിടെ എന്താണ്? ഇതുവരെ തിന്നതും കുടിച്ചതൊന്നും നമ്മളതല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ തിന്നണ്ട കുടിക്കണ്ട എന്ന് ഒരാൾക്ക് പറയാൻ പറ്റുന്നത്. മുകളിൽ നിന്നൊരാൾ ഇനി തിന്നണ്ട, ഇനി കുടിക്കണ്ട, ഇനി അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട, ഇതുവരെ നടന്ന പോലെ ഇനി നടക്കേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഓർമ്മയിലേക്ക് വീണ്ടെടുക്കപ്പെടുകയാണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നതിലേക്ക് നമ്മൾ തീവ്രമായി ആ ഒരു വളരെ സാന്ദ്രമായ ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിന്റെ സന്തോഷങ്ങളിലേക്ക്, ആത്മാവിന്റെ ആനന്ദങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കുകയാണ്. അവിടെ പട്ടിണിയാണ് സന്തോഷം എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അള്ളാഹുവിന് വേണ്ടിയാണ് പട്ടിണി എങ്കിൽ ആ പട്ടിണിയാണ് സന്തോഷം എന്ന് നമുക്ക് മനസ്സിലാവാണ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ അദ്ദേഹം ഒരു അഭിപ്രായം എന്നുള്ള നിലക്ക് പറയുന്നുണ്ട്, റമദാൻ മാസത്തിൽ നോമ്പ് പറ്റാലും നമ്മൾക്ക് വലിയ ക്ഷീണമൊന്നും തോന്നാറില്ല. അതൊരു നോമ്പിന്റെ ഭാഗമല്ലാതെ അത്ര സമയം പട്ടിണി കിടന്നാൽ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും. പക്ഷെ റമദാൻ മാസത്തിൽ നോമ്പ് പറ്റാൽ നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നാറില്ല. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം വളരെ ആലങ്കാരികമായി പറയുന്ന ഒരു കാര്യം, സാധാരണ നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനാണ്. റമദാനിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങളുടെ ആത്മാവിനാണ്. നിങ്ങളുടെ ആത്മാവിന് ആവശ്യമായ ഭക്ഷണമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആത്മാവിന് ശക്തി കൂടുമ്പോൾ ശരീരം നിങ്ങൾക്കൊരു ഭാരമല്ലാതായി മാറും. ശരീരം നിങ്ങൾക്കൊരു പ്രശ്നമല്ലാതായി മാറും. നിങ്ങളുടെ ആത്മാവ് വിചാരിച്ചിടത്ത് നിങ്ങളുടെ ശരീരം നിൽക്കണം. നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റണം. അതാണ് ശരിക്കും റമദാനിന്റെ കാതൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു 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 പരിശീലനമായി നമ്മുടെ റമദാൻ മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിക്ക് ഈ പട്ടിണി എന്ന് പറയുമ്പോൾ പട്ടിണി പറഞ്ഞാല് നമ്മള് ഈ എന്താണ് റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വഭാവ സംസ്കരണമാണെന്നൊക്കെ നമ്മൾ സാധാരണ നിലക്ക് പറയും. ഒരു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് കുറച്ചൊരു തമാശയാണ്. ഒരു ഫ്രാൻസിസ് ബേർട്ടൺ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം 1840 50 ഇന്ത്യയിൽ ജീവിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, മുസ്ലിം നാടുകൾ കാണാനുള്ള കൗതുകം കൊണ്ട്, ഈ മക്കയും മദീനയും ഹിജാസും ഈജിപ്തും ഒക്കെ സന്ദർശിക്കുവാനുള്ള ഒരു കൗതുകം കൊണ്ട് അദ്ദേഹം കപ്പൽ കയറിയിട്ട് ഈ നാടുകളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഹജ്ജിന്റെ സമയമാണ്. അപ്പോ അദ്ദേഹം ഈ പോക്ക് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മക്കയ്ക്കും മദീനയ്ക്കും മുസ്ലിങ്ങൾക്കല്ലേ പോകാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന സമയമാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഇയാളൊരു മുസ്ലിമായി അഭിനയിച്ചിട്ട് ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് മുസ്ലിം ഹജ്ജ് സംഘങ്ങളുടെ കൂടെ അതിൽ കയറി കൂടിയിട്ട് അങ്ങനെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അത് അദ്ദേഹം ചെയ്തത് ആ നിലക്ക് ഇസ്ലാമിനോടുള്ള ഒരു അതിക്രമമാണ്. പക്ഷെ എന്തായിരുന്നാലും അദ്ദേഹം ഈ യാത്ര മുഴുവൻ കഴിഞ്ഞിട്ട് വളരെ വിശദമായ, വളരെ ബൃഹത്തായ 3 വോള്യങ്ങളുള്ള യാത്രാ വിവരണം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അത് യൂറോപ്യൻ ലിറ്ററേച്ചറിൽ ഒരു ക്ലാസിക്കാണ്. അത്രയധികം വായിക്കപ്പെട്ട, അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്രയും ഫേമസുമാണ്. കാരണം അന്ന് യൂറോപ്യന്മാരൊന്നും പൊതുവെ അറബി നാടുകൾ കണ്ടിട്ടില്ല. 19-ാം നൂറ്റാണ്ടാണ്. അപ്പോ ഒരാള് പോയിട്ട് വളരെ സാഹസികമായി മുസ്ലിമായി അഭിനയിച്ച് ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു തീർത്ഥാടകനെ പോലെ ഈ നാടുകളിലൂടെ സഞ്ചരിച്ച് വളരെ എക്സോട്ടിക്കായി അതിന്റെ വിവരണങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായും അതിന് നല്ല വായനക്കാരുണ്ടാവും. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഈജിപ്തിൽ എത്തിയ സമയത്ത് റമദാനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നിസ്കാരമൊക്കെ ഇങ്ങനെ ഇവരുടെ കൂടെ ഇങ്ങനെ നിസ്കരിച്ച് അങ്ങനെ ഉണ്ടല്ലോ, എന്താണ് നിസ്കാരം എന്ന് പഠിച്ചിട്ട് അത് ചെയ്യാണ്. അപ്പൊ ഈ റമദാനിന് കേട്ടപ്പോ തന്നെ എനിക്ക് പേടിയായിരുന്നു. കാരണം ഇത് ഭക്ഷണം കഴിക്കാതിരിക്കണമല്ലോ, ഇത്രയും അധികം സമ്മറാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ വളരെ ദൈർഘ്യമുള്ള പകലുകളാണ്. അപ്പോ അദ്ദേഹം ഭയങ്കര ഭീകരമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അത്രയും നേരം ഒന്നും തിന്നാൻ പാടില്ല, ഒന്നും കുടിക്കാൻ പാടില്ല, മരിക്കാതെ ബാക്കിയായാലും അത് ഭയങ്കര ഭാഗ്യമായിരിക്കും എന്നുള്ള നിലക്കൊക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. പക്ഷെ അദ്ദേഹം അതിൽ പറയുന്ന കാര്യം, റമദാനിലെ മുസ്ലിം ജീവിതത്തെ ഇങ്ങനെ സംഗ്രഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതില് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ നിലയ്ക്ക് നിങ്ങൾ ഈജിപ്തിൽ ഒരു ഷോപ്പിൽ പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടി നിങ്ങൾ പൈസ കൊടുത്താല് അവിടെ ആ സാധനം ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് ചില്ലറല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അതാണെങ്കിൽ അയാൾ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കും. അത് സാരല്ല, അങ്ങോട്ട് ഇതാക്കി നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അറബികൾ ഇങ്ങനെ കുറെ ആ രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ സമാധാനിപ്പിക്കും. നിങ്ങൾ റമദാനിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചോദിക്കലും അയാൾ തിരിച്ച് ചൂടാവലും മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ. അയാൾ റമദാൻ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ള അയാൾ പറയാണ്. ഷോപ്പ് കീപ്പർ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിയിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ തെറിച്ചു പോകുന്നതാണ് അവർ പറയുന്നത്. ഈ കടത്തിണ്ണയിൽ നിന്ന് നിങ്ങൾ തന്നെ പുറത്തേക്ക് തെറിച്ചു പോയേക്കും. നിങ്ങൾ ഒരു മുതലാളിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നല്ല ചീത്ത പറച്ചില് മുതലാളിയുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അതിനൊരു നിയന്ത്രണം ഉണ്ടാവില്ല എന്ന് അയാൾ പറയാണ്.
അതേപോലെ ഇദ്ദേഹം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ രാവിലെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം ആൾക്കാരൊക്കെ കടന്നുറങ്ങിയായിരിക്കും, ഉച്ചക്കടി എഴുന്നേൽക്കുക. കാരണം ഉച്ചക്ക് ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ അവര് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതുവരെ ഇല്ലാത്തൊരു വളരെ പരുഷമായ സംസാരമായിരിക്കും. വീട്ടിലത്തെ ആണുങ്ങള് പെണ്ണുങ്ങളോട് ഒരു കാര്യമില്ലാതെ അവരിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. സ്ത്രീകള് ആ ഫ്രസ്ട്രേഷനൊക്കെ പാടെ കുട്ടികളെ വഴക്ക് പറഞ്ഞ് തീർക്കും. കുട്ടികൾ ആ ഫ്രസ്ട്രേഷനൊക്കെ പാടെ വീട്ടിലത്തെ ആടിനെയും കോഴിനെയും അവരെ ഉപദ്രവിച്ചിട്ട് തീർക്കും. ഇതാണ് റമദാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ അതിശയോക്തി ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ഓറിയന്റലിസ്റ്റ് മുൻധാരണകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം പട്ടിണി മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അടിത്തട്ടിലുള്ള മനുഷ്യരെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഈ തൊഴിലാളികളായിട്ടൊന്നല്ല ഞാൻ ഇടപഴകിയത്, ഞാൻ ഉയർന്ന സാധാരണ നിലക്ക് വളരെ സമ്പന്നമായ ലക്ഷൂറിയസ് ആയ ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ഈജിപ്തിൽ ചെലവഴിച്ചത്. അവര് സാധാരണ നിലക്ക് നന്നായി ഭക്ഷണം കഴിക്കുന്നവരാണ്. പക്ഷേ റമദാനിൽ അവർ പകല് പട്ടിണിയാവുന്നു, ഉച്ചവരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ ആ വിശപ്പ് കൂടിക്കൂടി വരുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും, ആവശ്യമില്ലാതെ ദേഷ്യം പിടിക്കും, വെറുതെ തന്റെ കീഴിലുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ അതിശയോക്തികളൊക്കെ കുറച്ചാലും ഇതിൽ കുറച്ചൊക്കെ ശരിയുണ്ടെന്ന് നമ്മൾക്ക് അറിയാം, അല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ പണിക്കാരെല്ലാം പറയും ഇപ്പൊ ആചാരത്തേക്ക് പോകണ്ട, റമദാൻ മാസമാണ്, ഉച്ചക്കേശാണെന്ന് പറയും. ആ സാധനമാണ് ഇയാൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. അതായത് ഒരു പുറത്തുനിന്നുള്ള ഒരു യൂറോപ്യൻ മുസ്ലിം നാട് കാണാൻ വന്നപ്പോ ഈ മാസത്തിൽ പ്രത്യേകമായി എങ്ങനെ സ്വഭാവങ്ങൾ രൂപാന്തരപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, അള്ളാഹു ശരിക്ക് നമ്മളുടെ ആത്മാവിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു രീതിയാണ് അള്ളാഹു നിർദ്ദേശിച്ചു തന്നിരിക്കുന്നത്. കാരണം നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയേണ്ടത് വിശപ്പുള്ള സമയത്താണ്. അപ്പോഴാണ് സാധാരണ നിലക്ക് നമ്മളുടെ സ്വഭാവം മാറുക, അല്ലേ? നമ്മൾ നല്ല സ്വഭാവമാണ്, കാരണം അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ല. അയാൾ എന്തിനാ മോശം സ്വഭാവം കാണിക്കുന്നത്? ശരിക്കും അയാൾക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാ സുഖമുണ്ട്, എല്ലാ പൈസയുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അയാൾക്ക് നല്ല നിലക്ക് പെരുമാറാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ജീവിതത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ്, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, പ്രാതികൂല്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ക്ഷമിക്കേണ്ടതും നിയന്ത്രിച്ചു നിർത്തേണ്ടതും സമചിത്തതയോടുകൂടി പെരുമാറേണ്ടതും. അങ്ങനെ റമദാനിൽ നമ്മൾക്ക് എന്ത് തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളുടെ ശരീരത്തിന്റെ പ്രകൃതമാണത്. അതിന് എനർജി കിട്ടാതാവുമ്പോൾ, അതിന് സമയത്തിന് ഭക്ഷണം കിട്ടാതാവുമ്പോൾ സ്വാഭാവികമായി നമ്മളുടെ ശരീരത്തിന്റെ ഒരു ഹോർമോൺ വ്യവസ്ഥ നമ്മൾ ദേഷ്യം പിടിപ്പിക്കും. അപ്പൊ നമ്മൾക്ക് ഓർമ്മ വരണം, ശരീരമല്ല ഇത് ഞാൻ വിചാരിച്ചെടുത്ത് നിൽക്കണം, എന്റെ ആത്മാവ് മുകളിൽ നിൽക്കണം, ആ ആത്മാവിനെ എന്നെ നിയന്ത്രിക്കാൻ കഴിയണം. ഞാൻ വിചാരിച്ച വഴിയിൽ എന്റെ ശരീരത്തെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയണം, അതിനുള്ളതാണ് നോമ്പ് എന്ന് ആ സമയത്ത് നമുക്ക് ഓർമ്മ വരണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ഒരു റമദാൻ, അങ്ങനെയുള്ള ആത്മനിയന്ത്രണത്തിന്റെ ഏറ്റവും മികച്ച പ്രകാശനമായ റമദാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആന്തരീകരിക്കേണ്ടത്. അപ്പോഴാണ് ശരിക്കും അതിന്റെ ആനന്ദം നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പിന്നെ അവധാനത എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, എടുത്തുചാട്ടം എന്ന് പറയുന്നത് അൽ അജല അത് മിന ഷെയ്ത്വാൻ, അത് ഷെയ്ത്വാനിൽ നിന്നുള്ളതാണ്, പിശാചിൽ നിന്നുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ എടുത്തുചാട, ദേഷ്യം പിടിക്കുക, പെട്ടെന്ന് ക്ഷിപ്രകോപം ഉണ്ടാവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് തന്നെ നിയന്ത്രിക്കാൻ നല്ല പ്രയാസമുള്ള കാര്യമാണ്. അത് നോമ്പിന് പട്ടിണി കടന്നുകൊണ്ട് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ കൂടുതൽ ദുഷ്കരമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളുടെ നാവിന് നോമ്പ് വേണം എന്ന് പറയുന്നത്, നമ്മളുടെ സ്വഭാവത്തിന് നോമ്പ് വേണം എന്ന് പറയുന്നത്, നമ്മളുടെ മൊത്തം ജീവിത സംസ്കാരത്തിന് നോമ്പ് വേണം എന്ന് പറയുന്നത്. അങ്ങനെ അത് ഞാനടക്കമുള്ള ആൾക്കാർ നമ്മളെ പറ്റിയൊക്കെ നമ്മൾ വിമർശനാത്മകമായി ചിന്തിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ഔലൻ നാസിബി, ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അൽ മുത്തഖൂൻ, തഖ്വയുള്ളവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരാരാണെങ്കിലും ശരി, എവിടെ ഉള്ളവരാണെങ്കിലും ശരി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് വല്ലാത്തൊരു പ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഏറ്റവും അടുപ്പുള്ളത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ കാലത്ത് അതേ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് ജീവിച്ച ആൾ എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
തഖ്വ കൊണ്ട് ആരാണോ മുന്നിൽ നിൽക്കുന്നത് അവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അടുപ്പമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു തഖ്വയിലേക്ക് കയറി പോകാനുള്ള വളരെ അസുലഭമായ ഒരു അവസരമാണ് റമദാൻ. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനാകുന്ന കയറിൽ പിടിച്ചിട്ട് ആ തഖ്വയിലെത്താൻ നമ്മൾക്ക് പറ്റണം. അവിടെ ഒരു തരത്തിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മൾക്ക് ഉണ്ടാകരുത്. നമ്മുടെ അള്ളാഹു എന്ന് പറയുന്നത് അൽ ഗഫൂറാണ്, അൽ വദൂദാണ്. ഇത് നമ്മൾ ആലങ്കാരികമായി പറയേണ്ട ഒരു കാര്യമല്ല. അവൻ അത്തവ്വാബാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്. അൽ അഫൂവാണ്, അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, എല്ലാം വിട്ടു മാപ്പാക്കി കൊടുക്കുന്നവനാണ്. സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും നമ്മളെ ആശ്ലേഷിക്കുന്നവനാണ്, നമ്മളെ ചേർത്ത് പിടിക്കുന്നവനാണ്. നമ്മൾക്ക് ഈ ദുന്യാവിൽ ധൈര്യമായി പ്രതീക്ഷ വെക്കാവുന്ന ഒരു കാര്യം അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയാണ്, അള്ളാഹുവിന്റെ മാപ്പാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ എത്ര വലിയ പാപിയാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾക്ക് തിരിച്ചു കയറാനുള്ളൊരു വാതിൽ ഇസ്ലാം എപ്പോഴും തുറന്നിടുന്നുണ്ട്. അതിലേറ്റവും വലിയൊരു വാതിലാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. നമ്മളുടെ ജീവിതത്തിൽ ഇനി നമ്മൾ മഹാപാപികളൊന്നും അല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്കറിയാം, നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്നുണ്ട്. നമ്മൾ നിരന്തരം വീണു പോകുന്നുണ്ട്. നമ്മളുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് നമ്മൾ നിരന്തരം വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മളെ പുതുക്കിപ്പണിയാൻ അള്ളാഹു തന്നെ തുറന്നിട്ടൊരു അവസരമായിട്ടാണ് റമദാനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സാധാരണ റമദാൻ മാസത്തിൽ നടത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് നമ്മൾ സാധാരണ ബദർ പറയാറുള്ളത്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു റമദാനിൽ നടന്ന വളരെ പ്രസിദ്ധമായ ഒരു സംഭവമായിരുന്നു മക്ക വിജയം. മക്ക വിജയം ഒരു റമദാനിലാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ടി വരുന്നു, മദീനയിൽ ജീവിക്കുന്നു. ഹിജ്റ 8-ാം വർഷം, ആ പലായനത്തിന്റെ 8-ാമത്തെ വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മക്ക കീഴടക്കുന്നു. ഇത് സംഭവമൊക്കെ നമ്മൾക്ക് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുശ്രിക്കുകളും തമ്മിൽ ഒരു സന്ധി ഒപ്പുവെക്കാണ്. ഇതിനാണ് സാധാരണ നമ്മൾ ഹുദൈബിയ സന്ധി എന്ന് പറയുന്നത്. പരസ്പരം ആക്രമിക്കാൻ പാടില്ല എന്നുള്ള കരാർ ഒപ്പിടാണ്. ഈ കരാർ അനുസരിച്ച് ഖുറൈശികളും അവരുടെ സഖ്യകക്ഷികളും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ ഇസ്ലാമിക രാജ്യവും ആ ഇസ്ലാമിക രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്ന അറബ് ഗോത്രങ്ങളുണ്ട്. അപ്പൊ മദീനയുടെ കൂടെ നിൽക്കുന്ന അറബ് ഗോത്രങ്ങളെ അപ്പുറത്തുള്ള ആരും ആക്രമിക്കാൻ പാടില്ല, ഇവിടുന്ന് അങ്ങോട്ടും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് കരാറ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന മദീനയുടെ സഖ്യകക്ഷിയായിരുന്ന ബനൂ ഹുസാ എന്ന് പറയുന്ന ഗോത്രത്തെ ബനൂ ബക്കർ എന്ന് പറയുന്ന ഖുറൈശികളുടെ സഖ്യകക്ഷിയായിരുന്ന ഗോത്രം ഒരു രാത്രിയിൽ ആക്രമിക്കുകയും 20ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ഹുദൈബിയ സന്ധി ഇല്ലാതായി. അതിലെ കരാർ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടു. ആ കരാർ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് സൈന്യവുമായി പോവാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രശോഭിതമായ അധ്യായങ്ങളിലൊന്നായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് എങ്ങനെയാണ്? ആരും കാണാതെ ഇരുട്ടത്ത് അബൂബക്കറിനെ മാത്രം കൂട്ടിയിട്ട് അബ്ദുല്ലാഹിബിൻ ഉറൈഖിത്ത് എന്ന് പറയുന്ന ഒരു വഴികാട്ടിയുടെ സഹായത്തോടു കൂടി സാധാരണ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയല്ലാതെ വേറെ കുറെ ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞ് 4 പാടും ആ തലയെടുക്കാൻ വേണ്ടി പലരും പ്രവാചകന്റെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഒക്കെ സമർത്ഥമായി അവരെയൊക്കെ കണ്ണു വെട്ടിച്ച് വളരെ സാഹസികമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നത്. അത്രയും പ്രയാസകരമായ ഒരു കാലമായിരുന്നു അത്. പക്ഷേ കേവലം 8 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വരുന്നത് 10,000 ആളുകളുള്ള ഒരു സൈന്യമായിട്ടാണ്. അള്ളാഹു കൊടുക്കുന്ന ഒരു സഹായം ആലോചിച്ച് നോക്ക് നിങ്ങൾ. എങ്ങനെയാണ് കാലം തലകുത്തനെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. 10,000-ഓളം ആളുകളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. വലിയൊരു സൈന്യവുമായിട്ട് തിരിച്ചു വരികയാണ്. ആ സൈന്യം ഇങ്ങനെ വന്ന് അത് റമദാൻ 10-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. ഏതാണ്ട് റമദാൻ 18-19 ആകുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്തുന്നത്. ആ മക്കയിൽ എത്തിയ സമയത്ത് ഖുറൈശികളുടെ പരിഭ്രാന്തിയെ കുറിച്ച് നമുക്ക് സീറാ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. കാരണം അവരിങ്ങനെ ദൂരെ നിന്ന് കാണുകയാണ്. ഇത്ര വലിയൊരു സൈന്യം പല വഴികളിലൂടെ മക്കയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് അവർ കാണുകയാണ്. ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയൂല എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. കാരണം ഇത്ര 10,000 ആൾക്കാരുടെ ഒരു സൈന്യത്തിന് മുമ്പിൽ മക്കയിലെ ഖുറൈശികൾക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. അവരത്ര കുറച്ചേ ഉള്ളായിരുന്നു. ഇസ്ലാമിന് ഇങ്ങനെ ഒരു വളർച്ച എന്ന് പറയുന്നത് അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം
പിന്നെ മക്കയിലെ തെരുവുകളിൽ നടന്ന് പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം ഖുറൈശികളുടെ നേതാവായിരുന്നല്ലോ. ആര് യുദ്ധത്തിന് ഒരുങ്ങണ്ട എന്ന് പറയുന്നുണ്ട്. കീഴടങ്ങലാണ് നമ്മളുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി. യുദ്ധത്തിന് ഒരുങ്ങിയാൽ അതിന്റെ പൂർണ്ണമായ നഷ്ടം നമുക്കായിരിക്കും. ഇത്ര വലിയൊരു സൈന്യത്തെ നമ്മൾക്ക് ഒരിക്കലും നേരിടാൻ കഴിയില്ല എന്ന് അദ്ദേഹം നടന്ന് പറയുന്നുണ്ട്. ആ നടന്ന് പറയുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹ അവരും പിന്നെ ഇസ്ലാം സ്വീകരിച്ചു. അവര് തെരുവിലേക്ക് കടന്നു വന്നുകൊണ്ട് അബൂ സുഫിയാന്റെ താടിക്ക് പിടിച്ചിട്ട് ഖുറൈശികളുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്ത് ഭീരുവാണ് ഇയാൾ! ഇതാണോ നിങ്ങളുടെ നേതാവ്? സ്വന്തം ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ മുന്നിൽ കീഴടങ്ങണം എന്നാണ് ഇയാൾ പറയുന്നത്. ഇതിന് നിങ്ങൾ ഒരിക്കലും സന്നദ്ധമാകരുത്. നിങ്ങൾ ധൈര്യമുള്ള പുരുഷന്മാരെ പോലെ നിങ്ങൾ ഇവരോട് പോരാടണം എന്നൊക്കെ അബൂ സുഫിയാന്റെ ഭാര്യ പറയുന്നുണ്ട്. പക്ഷെ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്, എത്ര വലിയൊരു സൈന്യമാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഞാൻ ഇത് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ് പറയുന്നത്. ദയവ് ചെയ്ത് പോരാടാൻ നിൽക്കരുത് എന്നൊക്കെ അബൂ സുഫിയാൻ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാതെ കുറച്ച് ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടും പ്രവാചകന്റെ സൈന്യത്തോടും ഏറ്റുമുട്ടാൻ വേണ്ടി ശ്രമിച്ചത് നമുക്ക് സീറാ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. മക്കയിൽ അത് ചെറിയൊരു സംഘം, സുഹൈൽ ബിനു അംർ, ഇക്രിമത്ത് ബിനു അബീ ജഹൽ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യവുമായി ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്നു. പക്ഷെ അതൊരു ഏറ്റുമുട്ടൽ എന്ന് പറയാൻ പോലും ഇല്ലായിരുന്നു. കാരണം അത്രയും ദുർബലമായി, എങ്ങനെയാണ്, ഏത് അവസ്ഥയിൽ നിന്നാണ് അവിടെ ബിലാൽ മർദ്ദിക്കപ്പെട്ടിട്ട് ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഏൽക്കുന്ന മർദ്ദനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടു കൂടി നോക്കി നിൽക്കേണ്ടി വന്നിരുന്ന ഒരു മക്കയിലേക്ക് അല്ലെ നമ്മള് പറയുന്ന സുമയ്യ റളിയല്ലാഹു അൻഹുവിന്റെയും യാസർ റളിയല്ലാഹു അൻഹുവിന്റെയും അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെയും എല്ലാം ഭീകരമായ അനുഭവങ്ങൾ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നിരുന്ന ഒരു മക്കയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000-ഓളം ആളുകളുമായി ഒരാൾക്കും ചെറുക്കാൻ കഴിയാത്ത മഹാശക്തിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച മക്കയിലേക്ക് കയറി വരികയാണ്. ആ മൊമെന്റുകളൊന്ന് ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ അവിടെ വന്നിട്ട് പറഞ്ഞത് എന്താണ്? അവിടേക്കാണ് ഞാൻ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിട്ട് പറഞ്ഞത് എന്താണ്? ആരാ അവിടെ ബാക്കിയുള്ളത്? ശരിക്കും മക്കയിൽ ആരാ ബാക്കിയുള്ളത്? അത്രയും വർഷത്തിനിടയ്ക്ക് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അവരൊക്കെ ഹിജ്റ പോയി അറേബ്യയുടെ നാനാഭാഗങ്ങളിൽ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ടും കുഫറിൽ തന്നെ, ഷിർക്കിൽ തന്നെ, പ്രവാചകനെ ഉപദ്രവിക്കുന്നതിൽ തന്നെ പറ്റിക്കൂടി നിന്ന, പിടിച്ചു നിന്ന, ധാർഢ്യത്തോടു കൂടി നിന്ന കുറെ മനുഷ്യന്മാർ മാത്രമാണ് മക്കയിൽ ബാക്കിയുള്ളത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിയിൽ സഹാബിമാരോട് പറയുന്നുണ്ട്, ഇത് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമല്ല, ഇത് പ്രതികാരത്തിന്റെ ദിവസമല്ല, ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇത് വിമോചനത്തിന്റെ ദിവസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടാകുന്ന വിളംബരം എന്താണ്? ആരെങ്കിലും ഹറമിന്റെ ഉള്ളിൽ കയറിയാൽ അവർ ആക്രമിക്കൂല. ഞങ്ങളെ ഇങ്ങോട്ട് കടന്നു വന്ന് ആക്രമിക്കാത്ത ആരെയും ഞങ്ങൾ ആക്രമിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വീടിനുള്ളിൽ കയറി വീടിന്റെ വാതിൽ അടച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് നിങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാതിരുന്നാൽ മതി. ഇത്രയൊക്കെ ചെയ്തിട്ടും, ഈ കാലം മുഴുവൻ പീഡിപ്പിച്ചിട്ടും, ഈ പ്രയാസങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. മക്ക ഞങ്ങളുടെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഹറമിൽ കയറി നിന്നാൽ മതി. അല്ലെങ്കിൽ അബൂ സുഫിയാനാണല്ലോ നിങ്ങളുടെ നേതാവ്, അബൂ സുഫിയാന്റെ വീട്ടിൽ പോയി നിന്നാൽ മതി, ഞങ്ങളെ ഉപദ്രവിക്കൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറയുന്നത്? ഞാൻ ഈ പേരുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണ്, ഹിന്ദ് റളിയല്ലാഹു അൻഹ ആണ്, ഇക്രിമ റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ ഈ പറയുന്ന ഈ അവസാനം വെച്ച് അവരോട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ച ആളാണ് ഇക്രിമ. അതിൽപ്പെട്ട ഒരാളാണ് സുഹൈൽ ബിനു അംർ റളിയല്ലാഹു അൻഹു ആണ്. അതിൽപ്പെട്ട വേറൊരാളാണ് അൽ ഹാരിസ് ബിനു ഹിഷാം എന്ന് പറയുന്ന അബൂജഹലിന്റെ സഹോദരൻ, അദ്ദേഹം റളിയല്ലാഹു അൻഹു ആണ്. ഇവർ എല്ലാം ഇസ്ലാമിക ചരിത്രത്തിലെ ആദരണീയരായ സഹാബിമാരായി മാറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ എത്തി. മക്ക മുസ്ലിങ്ങളുടെ അധീനത്തിലായപ്പോ ഇവര് ഇപ്പൊ സഫ്വാൻ ബിൻ ഉമയ്യ എന്ന് പറഞ്ഞാൽ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ മകനാണ് എന്ന് മാത്രമല്ല കഠിന ശത്രുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ. കഠിന ശത്രു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വായിച്ചു നോക്കിയാൽ നമ്മളിങ്ങനെ പിന്നെ വരികൾ മുന്നോട്ട് പോകില്ല. സഫ്വാൻ അതിധനാഢ്യനായിരുന്നു. പ്രവാചകന്റെ അധീനതയിലായ മക്കയിൽ ജീവിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ട് സഫ്വാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ആലോചിച്ച് നോക്ക്, ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മൾക്കൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും കാണാൻ കിട്ടിയിട്ടില്ല.
നമ്മുടെ ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളിൽ ഒന്ന് തീർച്ചയായും അതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നാടിന്റെ ഭരണാധികാരിയായത് സഹിക്കാൻ കഴിയാനിട്ട് ഒരു മനുഷ്യൻ നാട് വിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്തൊരു മാനസികാവസ്ഥയായിരിക്കും അത്, എത്രത്തോളം ശൈത്താന് പിടുത്തുള്ള ഒരു മനസ്സായിരിക്കും അത്. അങ്ങനെ അദ്ദേഹം ഓടുകയാണ്, ഓടി കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാനാണ്. കാരണം അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റണില്ല. ആ ഓടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് ഈ സംഭവം അറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് പറയാണ്, പ്രവാചകരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അദ്ദേഹത്തെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം, അദ്ദേഹത്തിന് അങ്ങ് അഭയം കൊടുക്കണം, അദ്ദേഹത്തെ ആക്രമിക്കുകയില്ല എന്ന് അങ്ങ് ഉറപ്പ് തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലപ്പാവ് അഴിച്ചു കൊടുക്കുകയാണ്. നബി ഒരു ചുവന്ന തലയെക്കെട്ട് കെട്ടിയിട്ടാണ് അന്ന് മക്കയിലേക്ക് ഇങ്ങനെ വന്നത്. അപ്പോ ഈ തലപ്പാവുമായി ഇദ്ദേഹം ചെന്ന് 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 സൊഫ്വാനെ കണ്ടുപിടിക്കുകയാണ്. സൊഫ്വാനോട് പറയാണ്, ഈ തലപ്പാവ് തലയിലിട്ടാൽ മതി, ആരും നിന്നെ ഉപദ്രവിക്കൂല, കാരണം അത് പ്രവാചകന്റെ തലപ്പാവാണ്. അങ്ങനെ സൊഫ്വാൻ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്താണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയിട്ട് സൊഫ്വാൻ എന്താ പറയണമെന്ന് അറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ല. കുതിരയുടെ മുകളിൽ നിന്ന് സഫ്വാൻ താഴേക്ക് ഇറങ്ങുന്നില്ല. സഫ്വാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും സഹാബിമാരുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സഫ്വാൻ താഴെ ഇറങ്ങൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സഫ്വാൻ പറയുന്നുണ്ട്, ഇറങ്ങിയാ കൊല്ലുമെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ, ഞാൻ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങൂല, കാരണം അഥവാ എന്നെ വധിക്കാനാണ് പദ്ധതി എന്നുണ്ടെങ്കിൽ ഉടൻ കുതിരയായിട്ട് തിരിച്ചു ഓടിപ്പോവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് സഫ്വാൻ പറയുന്നത്. അപ്പോഴും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അതാണ്. എന്നിട്ട് സഫ്വാൻ എന്താ പറയുന്നത് അറിയോ? എനിക്ക് 2 മാസത്തെ സമയമാണ് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ എന്നാണ്. ആലോചിച്ച് നോക്ക്, അള്ളാന്റെ റസൂല് ഇക്കണ്ട സംഭവങ്ങൾ മുഴുവനും ഉണ്ടായിട്ട് ഇസ്ലാമിന്റെ വിജയം നേരിൽ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തിയിട്ട് സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞതാണ്, എനിക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ 2 മാസം സമയം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ അറിയോ? 4 മാസം എടുത്തു എന്നാണ്. ആലോചിച്ച് നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? അതിനുശേഷം ഹുനൈൻ യുദ്ധം ഉണ്ടാവുന്നു. ആ ഹുനൈൻ യുദ്ധത്തിൽ നമുക്കറിയാം, ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗനീമത്ത് സ്വത്ത് കുമിഞ്ഞുകൂടിയത് ഹുനൈനിലാണ്. ഏറ്റവും വലിയ ഗനീമത്ത് സ്വത്ത്. ഈ ഗനീമത്ത് സ്വത്ത് കണ്ടിട്ട് സൊഫ്വാൻ ആകെ സ്തബ്ധനായി പോവുകയാണ്. കാരണം സൊഫ്വാൻ നോക്കിയപ്പോൾ വലിയൊരു മൈതാനം, ആ മൈതാനത്ത് നിറയെ കന്നുകാലികളാണ്, വലിയ സ്വത്താണ്. ഇത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വരികയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് സൊഫ്വാൻ ഇത് കാണുമ്പോൾ, സൊഫ്വാൻ അതിൽ കാണുന്നത് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളവർക്ക് കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയങ്കര വിജയമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവരിച്ചത്. കാരണം ഇത് മുഴുവൻ കിട്ടില്ലേ, അത് ഒരു ഭയങ്കര ഫോർച്യൂണാണ്. നമ്മൾ മൾട്ടി ബില്യണയർ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ആ തരം ഒരു സ്വത്താണത്. അപ്പൊ സൊഫ്വാൻ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് എനിക്ക് വേണോ എന്ന് ചോദിച്ചു. അപ്പൊ സൊഫ്വാൻ ആർക്കത് വേണ്ടാന്ന് പറയാൻ പറ്റുക? അപ്പോ അത് അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫ്വാനെ കൊടുക്കുകയാണ്. ഇത് സൊഫ്വാനെ ആകെ ഷോക്കഡാക്കി. കാരണം ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു പതർച്ച വേണ്ടേ? കാരണം ഇത് ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത്, അത് ഒരു തരത്തിലുള്ള പതർച്ചയും ഇല്ലാതെ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി കൊടുക്കുകയാണ്. അത് കൊടുത്തപ്പോ സൊഫ്വാൻ ആകെ പതറിപ്പോവാണ്. ഇത് എന്ത് മനുഷ്യനാണെന്ന് ആലോചിക്കുകയാണ്. അപ്പോ സൊഫ്വാൻ പിന്നെ മാറി നിന്ന് നിരീക്ഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കുമിഞ്ഞുകൂടിയ സ്വത്ത് മുഴുവൻ വരുന്ന ആളുകൾക്കും ചോദിക്കുന്ന ആളുകൾക്കും കൊടുത്ത് ആ മൈതാനം മുഴുവൻ കാലിയായി. അതില് കന്നുകാലികൾ ഉണ്ടായിരുന്നു, ആയുധങ്ങൾ ഉണ്ടായിരുന്നു, കാർഷിക വിളകൾ ഉണ്ടായിരുന്നു, സ്വർണം ഉണ്ടായിരുന്നു, വെള്ളി ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത സ്വത്ത് അത് മുഴുവൻ 1-2 മണിക്കൂറുകൾ കൊണ്ട് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു തീർത്തു. ഒരു ദീനാറോ ഒരു ദിർഹമോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ബാക്കിയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംതൃപ്തിക്ക് ഒരു കുറവുമില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നിസ്സാരമായിട്ടാണ്, ഒരു മൂല്യവും ഇല്ലാത്തൊരു സാധനത്തെ പോലെയാണ് ഇതിന് മുഴുവൻ എടുത്തു കൊടുക്കുന്നത്. സൊഫ്വാൻ പറയുന്നുണ്ട്, ഇത് ഒരു പ്രവാചകനല്ലാതെ സാധ്യമാവുകയില്ല. സമ്പത്തിനോടുള്ള ഇത്രയും വലിയ ഡിറ്റാച്ച്മെന്റ്, ഇത്രയും എമൗണ്ട് കയ്യിലൂടെ വന്നിട്ടും അതിലൊരു സിംഗിൾ പെന്നി പോലും സ്വന്തം പോക്കറ്റിൽ ഇടാൻ തോന്നാത്ത തരത്തിൽ അതിനോടുള്ള താല്പര്യമില്ലായ്മ ഒരു പ്രവാചകനല്ലാതെ സാധ്യമല്ല എന്നെനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് ഇക്രിമയുടെ കഥയുടെ ഇവരുടെയൊക്കെ കഥയറിയാം. ഞാനിതിന്റെ വിശദാംശങ്ങളിൽ കടന്നു പോകല്ല. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്. ഇസ്ലാം തൗബയുടെ മതമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവസാന നിമിഷം വരേക്കും ഒരാൾ എത്ര കടുത്ത അതിക്രമിയാണെങ്കിലും
അയാൾ മടങ്ങി വരാനുള്ള ഒരു സാധ്യതയെ പരിഗണിക്കുകയും ആ മടങ്ങി വരവിനുള്ള വാതിലുകൾ തുറന്നിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ ഒരു തലം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മക്ക വിജയത്തിന് ശേഷം ഖുർആനിൽ അവതരിപ്പിക്കുന്ന സൂറത്ത് തൗബ നമുക്കറിയാലോ. ആ സൂറത്ത് തൗബയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറേ ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. മക്കയിലെ മുശ്രിക്കുകളോട് ഖുർആൻ പറയുന്നത് ഇതാണ്: 4 മാസങ്ങൾക്ക് സമയമുണ്ട്. ആ 4 മാസത്തിനുള്ളിൽ പിന്നെ 4 മാസം നിങ്ങൾ ശരിക്ക് ചിന്തിച്ചോ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ അവിടെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു മുശ്രിക്കുമായി നിങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭത്തിൽ മക്കയിലെ ഏതെങ്കിലും ഒരു ബഹുദൈവാരാധകൻ, നിങ്ങളും അവരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടാവണം. സഹാബിമാരോട് പറയാണ്. ആ സമയത്ത് അയാൾ പറയാണ്, എനിക്ക് ഖുർആൻ കേൾക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ യുദ്ധം നിർത്തിക്കൊള്ളണം എന്നാണ്. ആലോചിച്ച് നോക്ക്. ഇതൊക്കെയെന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഒരേ നാട്ടിലാണ്, വളർന്നത് ഒരേ നാട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് അത്രയും നന്നായിട്ട് അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയത് അവരാണ്. ഈ യുദ്ധങ്ങളിൽ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റുമുട്ടിയത് അവരാണ്. ഇതൊക്കെ ചെയ്ത ഒരു സംഘമാണ്. ആ സംഘം പക്ഷേ അവരിൽപ്പെട്ട ആളുകൾ നിങ്ങളുമായി യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് ഖുർആൻ കേൾക്കണം എന്ന് പറഞ്ഞാൽ അവർ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഖുർആൻ കേൾപ്പിക്കണം എന്നാണ് സൂറത്ത് തൗബ പറയുന്നത്. അങ്ങനെ ആ ഖുർആൻ കേട്ടിട്ട് അവർ മുസ്ലിം ആയെങ്കിലോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അവരുടെ മനസ്സിൽ ഹിദായത്ത് കടന്നെങ്കിലോ ഈമാൻ കടന്നെങ്കിലോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ ഖുർആനാണ് നമ്മളുടെ കയ്യിലുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അങ്ങനെയുള്ള കടുത്ത കുഫറിലേക്കും ശിർക്കിലേക്കും നമ്മൾ പോയിട്ടില്ല. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നിരാശരാവാതിരിക്കുക. അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ ആർക്കു മുന്നിലും കൊട്ടിയടക്കുന്നില്ല. നമ്മൾ എത്ര അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്രയും അള്ളാഹു നമ്മളോട് ഇങ്ങോട്ട് ഏറ്റവും ഉദാരമായ സമീപനം സ്വീകരിക്കും. അതിനു വേണ്ടിയുള്ള ഒരു അസുലഭമായ സന്ദർഭമാണ് റമദാൻ. ആ അർത്ഥത്തിൽ ഈ റമദാൻ ഒരിക്കലും കളഞ്ഞു കുടിക്കാതെ പരമാവധി പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പരമാവധി ഖുർആൻ പാരായണം നടത്തിക്കൊണ്ട്, പരമാവധി സ്വതക്ക ചെയ്തുകൊണ്ട്, പരമാവധി രാത്രി നമസ്കരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും കഴുകിക്കളയാനും നമ്മൾക്ക് കണക്കാക്കാൻ കഴിയാത്തത്ര പുണ്യങ്ങൾ നേടിയെടുക്കാനും അള്ളാഹുവുമായി കൂടുതൽ അടുക്കാനും ഈ റമദാൻ നമ്മൾ ഉപയോഗിക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.